ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനും തന്ത്രി കണ്ഠരര് മോഹനർക്കും വ്യക്തമായ പങ്കുണ്ടെന്ന് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. ക്രിമിനൽ ഗൂഢാലോചനയും വ്യാജരേഖാ ചമയ്ക്കലും ഈ കേസിൽ നടന്നു. 2019 സ്വർണ്ണക്കൊള്ള മറയ്ക്കാൻ 2025 വീണ്ടും ഗൂഢാലോചന നടന്നുവെന്നും ഉത്തരവിൽ പറയുന്നു. കുറ്റപത്രം ഉടൻ തന്നെ സമർപ്പിക്കണമെന്ന് ദേവസ്വം ബെഞ്ച് അന്വേഷണ സംഘത്തോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ആരോപണം രാഷ്ട്രീയ പ്രേരിതമാണെന്നും തന്നെ പ്രതി ചേർത്തതിൽ ഗൂഢാലോചന ഉണ്ടെന്നുമായിരുന്നു PS പ്രശാന്തിന്റെ പ്രതികരണം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് 4ാം പ്രതിയും തന്ത്രി 6ാം പ്രതിയുമെന്നാണ് ഇടക്കാല ഉത്തരവ് സ്ഥിരീകരിക്കുന്നത്. 2025 ദ്വാരപാലക ശില്പങ്ങൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് സംബന്ധിച്ച കേസിലാണ് PS പ്രശാന്തിനെ അടക്കം പ്രതി ചേർത്തത്. 2019 ദ്വാരപാലക ശില്പങ്ങൾക്ക് സ്വർണം പൂശിയത് എന്ന് രജിസ്റ്ററിൽ മറച്ചുവെച്ച് ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തി എന്നാണ് SITയുടെ കണ്ടെത്തൽ. ചെന്നൈയിൽ കൊണ്ടുപോയി യഥാർത്ഥ സ്വർണം മുഴുവനും ഉരുക്കിയെടുത്തു. നേരിയ അളവ് മാത്രം വീണ്ടും പൂശി. ബാക്കി 474.957 ഗ്രാം സ്വർണം പ്രതികൾ തട്ടിയെടുത്തു. 40 വർഷ വാറന്റി എന്ന വ്യാജ സർട്ടിഫിക്കറ്റ് നൽകി. എന്നാൽ മാസങ്ങൾക്കുള്ളിൽ പുതിയ സ്വർണം അടർന്നുപോയി. 2019 തട്ടിപ്പ് പുറത്താകും എന്ന് ഭയന്ന് 2025 നവംബറിൽ തട്ടിപ്പ് മറയ്ക്കാൻ വീണ്ടും സ്വർണം പൂശണം എന്ന് തീരുമാനിച്ചു. രണ്ടാമതും ചെന്നൈയിലേക്ക് കൊണ്ടുപോകാൻ ക്രിമിനൽ ഗൂഢാലോചന നടത്തി. പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ചുമതലയേറ്റ ഉടൻ 1ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിനായി അദ്ദേഹത്തിന്റെ വിശ്വാസം നേടിയെന്നാണ് SITയുടെ കണ്ടെത്തൽ. ഇക്കാര്യം ഇടക്കാല ഉത്തരവിലും സ്ഥിരീകരിക്കുന്നു. കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും എല്ലാ നടപടികളും പാലിച്ചാണ് സ്വർണ്ണപ്പാളികൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയതെന്നും കോടതിയെ അറിയിക്കാതിരുന്നത് മാത്രമാണ് പ്രശ്നമെന്നും PS പ്രശാന്ത് പ്രതികരിച്ചു. ഞങ്ങൾ എല്ലാ ചട്ടങ്ങളും പാലിച്ചു തന്നെയാണ് ഇത് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ എല്ലാ ഉത്തരവുകളും കൊടുത്തിരിക്കുന്നത്. എന്തെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ അത് ഉദ്യോഗസ്ഥരാണ് ഇവരെ അറിയിക്കേണ്ടത്. ഇനി ഇതിൽ ഒരു ഉദ്യോഗസ്ഥ വീഴ്ച മാത്രമാണ് വന്നതാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവാണ് പുതിയ കേസിൽ 1ാം പ്രതി. സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി, സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരി, ദേവസ്വം ബോർഡ് അംഗമായിരുന്ന അജികുമാർ, തിരുവാഭരണം കമ്മീഷണറായിരുന്ന റെജിലാൽ എന്നിവരുടെ പങ്കും വ്യക്തമായെന്ന് ഉത്തരവിൽ പറയുന്നു. ഹൈക്കോടതി നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി ബോർഡ് അംഗങ്ങൾ പ്രവർത്തിച്ചു. 2019 എടുത്ത സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശമുണ്ടെന്ന് ബോർഡ് ഉദ്യോഗസ്ഥർക്ക് അറിയാമായിരുന്നു. കൊള്ളയെപ്പറ്റി അറിഞ്ഞിട്ടും ഇവർ കൂട്ടുനിന്നു എന്നാണ് ജസ്റ്റിസ് രാജാ വിജയരാഘവൻ, ജസ്റ്റിസ് KV ജയകുമാർ എന്നിവരടങ്ങുന്ന ബെഞ്ചിന്റെ കണ്ടെത്തൽ. 2025 ഇടപാടിൽ വേണമെങ്കിൽ അധിക കുറ്റപത്രം കൊടുക്കാമെന്നും കോടതി പറഞ്ഞു. SIT അതിവേഗത്തിലും ജാഗ്രതയോടെയും അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണമെന്നും കോടതി നിർദ്ദേശിച്ചു. ലീഗൽ ഡെസ്ക്, ന്യൂസ് മലയാളം.